الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ثم أورثنا الكتاب الذي اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല മനുഷ്യരോട് വളരെയധികം കാരുണ്യമുള്ളവനാണ്. അല്ലാഹുവിന്റെ കാരുണ്യം റഹ്മത്തി വസിഅത് കുല്ല ഷൈ, വിശാലമാണ്. റഹ്മാനാണ്, റഹീമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യരൊക്കെ ഹിദായത്താകണം, നന്നായി ജീവിക്കണം എന്നാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, സൂറത്തുൻ നിസായിൽ, മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും വകാനല്ലാഹു ശാകിറൻ അലീമ. നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്ത് കിട്ടാനാണ്? ഇൻ ശകർതും വആമൻതും, നിങ്ങൾ വിശ്വസിച്ച് നന്ദിയുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹ്ക്ക് എന്ത് കിട്ടാനാണ്? അള്ളാഹു ഗനിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് അള്ളാഹു അവന്റെ മാനസികമായ പരിവർത്തനത്തിന് ഒരുപാട് അവസരങ്ങൾ നൽകുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പലതിനെയും പുണ്യകരമായിട്ട് അള്ളാഹു പ്രഖ്യാപിച്ചത്. എല്ലാ പ്രവാചകന്മാരും ഒരുപോലെയല്ല. അതില് ശ്രേഷ്ഠരായ പ്രവാചകരുണ്ട്. അവരിലൊക്കെ മീതെ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെയല്ല. വെള്ളിയാഴ്ച പ്രത്യേകതയുള്ള ദിവസമാണ്. എല്ലാ മാസവും ഒരുപോലെയല്ല. റമളാൻ മാസം പ്രത്യേകതയുള്ള മാസമാണ്. എല്ലാ സമയവും ഒരുപോലെയല്ല. ചില സമയങ്ങൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് ഒരു സമയം, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാത്രി ഒക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അറഫ ദിനം എന്ന് പറയുന്ന ഒരു പകല് ഒക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇത് നൽകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ, ഏതൊരു പ്രൊഡക്റ്റും
അത് നന്നായി കൊണ്ടു നടക്കണം എന്ന് കമ്പനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 2-3 വർഷത്തേക്ക് വാറണ്ടി നൽകും. 10 വർഷത്തെ 15 വർഷത്തേക്ക് വാറണ്ടി നൽകിയിട്ടാണ് ഇവിടെ. കാരണം അത് നന്നായി കൊണ്ടു നടക്കണം എന്ന് കമ്പനിക്ക് ആഗ്രഹമുണ്ട്. അത് എങ്ങനെ കൊണ്ടു നടക്കണം എന്നതും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയും. തോന്നിയ പോലെ നടന്നാല് വാറണ്ടി കിട്ടൂല, തോന്നിയ പോലെ ഉപയോഗിച്ചാൽ വാറണ്ടി കിട്ടൂല. കമ്പനി പറഞ്ഞ രൂപത്തിൽ അത് ഉപയോഗിക്കണം. ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ കമ്പനി ഏറ്റെടുക്കും അതിന്റെ പ്രൈമറി സർവീസുകളൊക്കെ. അതൊന്ന് നേരായി ഓടാൻ തുടങ്ങോളം അതിന്റെ ഉത്തരവാദിത്തം കമ്പനിയിൽ നിക്ഷിപ്തമാണ്. പക്ഷെ അവര് പറഞ്ഞ രൂപത്തിലായിരിക്കണം അത് വർക്ക് ചെയ്യേണ്ടത്. എങ്കിലേ അവർ പറഞ്ഞ ആ കാര്യങ്ങൾ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അത്ര തന്നെ ഉള്ളൂ. മനുഷ്യൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ പോരാന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ മനുഷ്യനും ഒന്ന് എന്ത് ചെയ്യണം. സലഫി പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മനുഷ്യനെ സർവീസ് ചെയ്യാനുള്ള മാസമാണ് റമദാൻ മാസം. ഒരു സർവീസ്, ഒരു അപ്ഡേഷൻ, ഒരു റീസ്റ്റാർട്ട്, ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാലേ കുട്ടികൾക്ക് മനസ്സിലാവും. മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അങ്ങനെ കൊണ്ടിരുന്നാല് കുറെ കഴിഞ്ഞാൽ അത് ഹാങ് ആവും, വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. വെള്ളിയാഴ്ച നമ്മളൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും, ഒന്ന് റീഫ്രഷ് ആവും. അവസാനം ഒരു കേടുന്നിട്ട് കമ്പനി കൊണ്ടുപോയ ഫാക്ടറി ഡിഫോൾട്ട്, അത് ഫാക്ടറി ഡാറ്റ റീസ്റ്റോർ എന്ന് പറയും. മൊബൈൽ കണ്ടിട്ടുണ്ടാവും. ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവര് നമ്മളോട് പറയും ഇതിലെ ഡാറ്റ ഒക്കെ പോകും, ഒക്കെ മായിച്ചു കളയും. സാധനം തന്നെ ഇരിക്കും, പക്ഷെ നിങ്ങൾ പുതിയത് എങ്ങനെ കമ്പനിയിൽ നിന്ന് വാങ്ങി അങ്ങനെ ഉണ്ടാവും എന്ന് പറയും. ഓരോന്നും ചെയ്യൂല, വലിയ പൈസ അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കും വേണമെങ്കിൽ ചെയ്യാം. അതിന്റെ പ്രൊഡക്റ്റ് പോയിട്ട് കമ്പനി പോയിട്ട് ഒരു ഫാക്ടറി റീസെറ്റ് ചെയ്താൽ സാധനം കൊണ്ട് പുതിയതാവും. എല്ലാ കുശുമ്പും കുന്നായ്മയും ഒക്കെ അതിന്ന് പോകും. മൊബൈൽ ഫ്രഷ് ആയി. എല്ലാവർക്കും അറിയണോണ്ടൊരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെയാണ് അല്ലാഹു തആല ഒരു മാസം നമുക്ക് നിശ്ചയിച്ചത്. നമ്മൾ തന്നെയാണ്, നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒന്ന് പുതിയ കമ്പനിയാവും, പ്രസവിച്ച പോലെയാവും, മനസ്സ് ശുദ്ധമാകും, ഒരു ഹാപ്പിയാവും, സന്തോഷം ഉണ്ടാവും. ലിസ്വായിമി ഫർഹത്താനി, നോമ്പുകാരന് 2 സന്തോഷം ഉണ്ടാകും. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്ന് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന ആ നോമ്പ് കഴിഞ്ഞ ദിവസത്തിന്റെ അന്ന് റിഫ്രഷാണ്, നല്ലൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ ചെറിയ ഒരു കുട്ടിയെ പോലെ മനസ്സും ശരീരവും സമ്പത്തും ഒക്കെ ശുദ്ധീകരിച്ച് നല്ല ഒരു മനസ്സിന്റെ ഉടമയായി, സലീമായ ഒരു മനസ്സിന്റെ ഉടമയായിട്ട് അവൻ മാറുകയാണ്. അത് വലിയ സന്തോഷം. അപ്പൊ മനുഷ്യനെ ഒന്ന് ഫ്രഷ് ആക്കണം. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പത്രത്തിലും മാസികകളിലും വാട്സപ്പിലും റീൽസിലും സോഷ്യൽ മീഡിയയിലൊക്കെ എന്ത് എഴുതിയാലും അത് മാത്രമാണ് ഖുർആൻ പറഞ്ഞ ഒരേ ഒരു ലക്ഷ്യം, ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ്. വേറൊന്നുമില്ല. നോമ്പ് നോൽക്കുന്നത് കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, മുമ്പുള്ളവരെ പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. അത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതാ ബോധമുണ്ടായി നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഷുഗർ കുറയാനല്ല, ആരോഗ്യം ഉണ്ടാവാനല്ല, പാവപ്പെട്ടവന്റെ പട്ടിണി അനുഭവിച്ചറിയാനല്ല. ഒക്കെ നമ്മൾ വഅള് പറയുമ്പോ പറഞ്ഞതാണ്. ഒന്നും അല്ലാഹ് നിശ്ചയിച്ച അതിനൊരു ലക്ഷ്യമില്ല, ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ മുത്തഖീങ്ങളാവണം, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവണം, നിങ്ങളുടെ മനസ്സുണ്ടാവണം.
അത് ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. കാരണം എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല. എല്ലാ പ്രവാചകന്മാരും നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടേതായ നിയമസംഹിതയിൽ നോമ്പുണ്ടായിട്ടുണ്ട്. അവൻ മനുഷ്യനെ ശുദ്ധീകരിക്കാനാണ്. അതുകൊണ്ട് നബിതങ്ങൾ പറയും മതാക്കും ഷഹ്റുൻ ഷഹ്റു റമളാൻ ഷഹ്റുൻ മുബാറക്. നിങ്ങൾക്ക് വരുന്ന മാസം ഉണ്ടല്ലോ, അതൊരു ബർക്കത്തുള്ള മാസമാണ്, വലിയ ബർക്കത്തുള്ള മാസം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യകരമായ മാസമാണ്. അവിടെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിന്റെ കവാടങ്ങളൊക്കെ അടക്കപ്പെടും, പിശാചുക്കളെ ബന്ധനസ്ഥരാക്കും. അതുപോലെ തന്നെ നോമ്പുകാർക്ക് സ്പെഷ്യലായിട്ട് സ്വർഗത്തിനൊരു കവാടമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ. 8 കവാടങ്ങൾ അബൂബക്കറുള്ളാന്റെ കൂട്ടത്തിൽ 8 കവാടത്തിൽ നിന്ന് വിളിക്കുന്ന ആൾ. നോമ്പുകാരെ മാത്രം വിളിക്കുന്ന ഒരു കവാടമാണ് റയ്യാൻ. അവസാനത്തെ നോമ്പുകാരനും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ആ കവാടം അടക്കപ്പെടുമെന്ന്. അതുപോലെ ആ റമളാൻ ഒരു രാത്രിയുണ്ട്, അത് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 രാത്രിയേക്കാൾ ഉത്തമമാണ്. ഫമൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിം. ഈ ഒരു ഖൈർ നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടം തന്നെയാണ്. ഒരു വാറണ്ടി പീരീഡ് വെച്ചിട്ട് കേടുന്നൊരു സാധനം അതിൻ്റെ ഉള്ളിൽ നേരാക്കിയിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഒരു ഓഫർ വെച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ സംഗതി വാങ്ങിയിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. സർവീസിന്റെ ഡേറ്റിന്റെ ഉള്ളിൽ സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. അല്ലാഹു തആല നിശ്ചയിക്കുന്ന ഇബാദത്തുകൾ നിശ്ചയിക്കുന്ന പരിധിയിൽ വെച്ച് നിർണയിച്ച പ്രകാരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അത് നഷ്ടമാണ്. അതുകൊണ്ട് റമളാൻ വരിക എന്ന് പറഞ്ഞാലും റമളാൻ ജീവിക്കുക എന്ന് പറഞ്ഞാലൊക്കെ വലിയ ഹാപ്പി ആയിട്ടാണ് മഹാന്മാരൊക്കെ കണ്ടിരുന്നത്. നമ്മളൊക്കെ ബേജാറായിട്ടാണ്. ഇപ്പൊ തന്നെ ചൂട് കൂടി എന്നൊക്കെ കംപ്ലൈന്റുകൾ ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ റമളാൻ പുറമേക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു തആല വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് തന്നതാണ്. വിചാരങ്ങളെയും വികാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ. ഈ മൃഗീയമായിട്ടുള്ള മനുഷ്യനാണല്ലോ, മനുഷ്യനിൽ ചില മൃഗീയ വികാരങ്ങൾ ഉണ്ടാകും, ചിന്തകൾ ഉണ്ടാകും. അത് നിർവഹിക്കപ്പെടണം എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന് നിബന്ധനകളുണ്ട്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ കഴിയുന്നവർ വിവാഹം കഴിക്കണം. ഇല്ലെങ്കിൽ അവൻ നോമ്പ് നോൽക്കണം. കാരണം നോമ്പ് മനുഷ്യന്റെ വിചാര വികാരങ്ങളെ നിയന്ത്രിക്കും. വിശിഷ്യ മനുഷ്യനിലുള്ള മൃഗീയമായിട്ടുള്ള വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് നോമ്പ് എന്നാണ്. എങ്ങനെയാണത്? കൂടുതൽ മൃഗീയ ചിന്തകൾ മനുഷ്യരിൽ ഉണ്ടാകുന്നത് മനുഷ്യന്റെ വയറ് വല്ലാതെ നിറയുമ്പോഴാണ്. അതുകൊണ്ട് അതൊന്ന് കുറക്കുക, ചെറിയൊരു ശമനം. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് തിന്നാനുള്ള മാസമല്ല, പട്ടിണി കിടക്കാനുള്ള മാസമാണ്. ആഹാരത്തിന്റെ കാര്യം നോക്കുമ്പോൾ പക്ഷെ നമ്മൾ ഒരുങ്ങിയത് തിന്നാനാണ്. ഇഫ്താറിന് നമ്മൾ ഒരുങ്ങി തീറ്റക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അമിതമാണ് എന്നർത്ഥം. അമിതമാണ്. പള്ളികളിലാണെങ്കിലും എവിടെ വീട്ടിലാണെങ്കിലും ഒക്കെ ഇത് പറയാന്നല്ലാതെ ആരും ഇത് പ്രാവർത്തികമാക്കണില്ല. അമിതമാണ്. നമ്മളൊക്കെ ഒരുങ്ങിയത് തിന്നാനാണ്, അല്ലെ? തിന്നാനാണ് നമ്മൾ ഒരുങ്ങിയത്. അള്ളാഹ് പറഞ്ഞത് തിന്നാതിരിക്കാനാണ്. എന്തിന്? ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരിലുള്ള മൃഗീയമായ വിചാര വികാരങ്ങളെയൊക്കെ ഒന്ന് ഒതുക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം നാവിന്റെ ശുദ്ധതയാണ്. മോശമായ വാക്കും പ്രവർത്തനവും ഒരാൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണപാനീയം ഒഴിവാക്കുന്നതോടൊപ്പം മനുഷ്യനൊന്നും മിണ്ടാതിരിക്കുക. മറിയം ബീവി പറഞ്ഞു, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ റഹ്മാനിന് സൗമ് നേർച്ചയാക്കിയിട്ടുണ്ട്, വ്രതം. അതുകൊണ്ട് ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഒരു മനുഷ്യനോടും ഞാൻ മിണ്ടൂല. മിണ്ടാതിരിക്കുക, അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക, നാവിനെ നിയന്ത്രിക്കുക, പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയാണ്.
നോമ്പൊരു പരിചയം തടുക്കുന്ന സാധനം, വെട്ട് തടുക്കുന്ന സാധനം. ഒരാൾ നിന്റെ അടുത്ത് വന്ന് നിന്നെ ആക്രമിക്കാനോ നിന്നെ പ്രയാസപ്പെടുത്താനോ ചീത്ത പറയാനോ വന്നാൽ നീ അവനോട് 2 പ്രാവശ്യം പറയണം, ഇന്നി സ്വായിമുൻ ഇന്നി സ്വായിമുൻ. ഒരു വട്ടം പറഞ്ഞാൽ പോരാ, ഒരു വട്ടം പറയുന്നത് അവനോടാണ്, മറ്റൊരു വട്ടം പറയുന്നത് മറ്റവനോടാണ്. ആദ്യം എന്നെ ഞാൻ ബോധ്യപ്പെടുത്തണം, ഞാനൊരു നോമ്പുകാരനാണ്. അങ്ങനെ പറയാൻ വേറൊന്നിനും അല്ലാഹ് അവകാശം കൊടുത്തിട്ടില്ല. ഞാൻ ആജിയരാണെന്ന് പറയാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞവന്റെ അജ്ജ് വാച്ചിരാവും. ഞാൻ നിസ്കാരക്കാരനാണെന്ന് പറയാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നോമ്പുകാരൻ അത് വെളിപ്പെടുത്തണം, ഇടയ്ക്ക് അവനെ ഓർമ്മപ്പെടുത്തണം, ഞാൻ നോമ്പുകാരനാണ്. മറ്റവനെ ഓർമ്മപ്പെടുത്തണം, ഞാൻ നോമ്പുകാരനാണ്. ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ, ഒന്നും ഉണ്ടായിട്ടല്ല. ഞാന് എന്നെ ഒന്ന് ശ്രദ്ധിക്കാം, ഞാൻ വ്രതത്തിലാണ് പറയാൻ. അതുകൊണ്ട് ഇബാദത്തിനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തില് ലാ മസീല ലഹു എന്ന് പ്രവാചകൻ പറഞ്ഞത് നോമ്പിനാണ്. അതിന് തുല്യമായി വേറൊന്നുമില്ല. നോമ്പിന്റെ ഇബാദത്തോളം ശ്രേഷ്ഠമായ പട്ടിണി കിടക്കൽ മാത്രമല്ല കേട്ടോ, എല്ലാ നിലക്കുള്ള വിശുദ്ധിയാണ്. ഇത് വേറൊന്നുമില്ല. ലാ മസീല ലഹു. എല്ലാ അമലുകളും മനുഷ്യന് കണക്കൂട്ടാൻ കഴിയും ഏറെക്കുറെ. പക്ഷെ നോമ്പ് അല്ലാഹ് മാത്രം കണക്കൂട്ടിയിട്ട് പ്രതിഫലം തരണം. അല്ലാഹ് മാത്രം കണക്കൂട്ടണം. ഹജ്ജ് നടക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുപാട് ഹാജിമാര് ഹജ്ജിന് വന്നിട്ടുണ്ട് വാപ്പാ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ പറയല്ല മോനെ, ആളുകൾ കുറെ ഉണ്ട് എന്ന് പറഞ്ഞു, ഹാജിമാര് കുറവാണ്. ഇന്നത്തെ അവസ്ഥ അതാണ്. നോമ്പുകാർക്ക് ഒരുപാടുണ്ട്, പക്ഷെ നോമ്പുകാര് ആൾക്കാര് പട്ടിണി കിടക്കുന്ന പോലെ അങ്ങനെ പറയാം, പട്ടിണി കിടക്കുന്ന പോലെ ഒരുപാടുണ്ട്, പക്ഷെ നോമ്പുകാർ കുറവാണ്. നല്ല ഒക്കെ പട്ടിണിയാണ്. മലപ്പുറം ജില്ലയിൽ ഫുള്ള് പട്ടിണിയാണ്. മുസ്ലിങ്ങൾ ഏരിയ കൂടുതലുള്ളവരൊക്കെ പട്ടിണിയാണ്. കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ പട്ടിണിയാണ്. ഉത്തരേന്ത്യയിൽ പട്ടിണിയാണ്. പട്ടിണി നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ നോമ്പുകാർ കുറവാണ്. നോമ്പുകാര് കുറവാണ്. കാരണം അതിന്റെ പ്രതിഫലം അള്ളയാണ് കണക്കാക്കുന്നത്. അത് എങ്ങനെ ഒരാൾക്ക്, ഞാൻ പറയലുണ്ട്, സെൽഫി എടുത്തിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു ഇബാദത്താണ് നോമ്പ് എന്ന് എപ്പോഴും പറയും. ബാക്കിയൊക്കെ ഇപ്പൊ സെൽഫിയുടെ കാലഘട്ടമല്ല. ഒമ്പറക്കാണ് പോക്ക് തുടങ്ങിയ അവിടെ എത്തിയിട്ട് എല്ലാം കഴിയണവരെ നമ്മുടെ സെൽഫികളാണ്. അവിടെ ഏതെങ്കിലും അറബിയുടെ നിൽക്കുന്നതും ഇഹ്റാം ചെയ്യണതും അവിടെ തവാഫ് ചെയ്യണതും ഒക്കെ ഓൻ സെൽഫി എടുത്തിട്ട് അങ്ങനെ വിടലാണ്. പക്ഷെ നോമ്പ് സെൽഫി എടുത്തിട്ട് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോഴും തിന്നണ സാധനം നമ്മൾ പരസ്യം ചെയ്യും. സമൂസയും 2 ഈത്തപ്പഴവും ഒരു അമ്പിളിമാമയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒപ്പിച്ച് പോയാൽ അപ്പോഴും തീറ്റയ്ക്കാണ് പ്രാധാന്യം കൊടുക്കല്. അല്ല പട്ടിണിക്കല്ല. അപ്പൊ വയറ് നിറക്കുമ്പോ മനുഷ്യരുള്ള മൃഗീയമായിട്ടുള്ള വികാര വിചാരങ്ങളൊക്കെ കുറഞ്ഞു വരുമെന്ന്. അപ്പൊ അതുകൊണ്ട് പ്രകൃതിപരമായ നേട്ടങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. അതോടൊപ്പം ആത്മീയമായ നേട്ടങ്ങൾ കൈവരിക്കാനും അവന് സാധിക്കും. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ റമദാൻ മാസം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ആയുസ്. നമുക്കറിയില്ല റമദാൻ വരെ നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചോ, എത്ര ആളുകളുടെ മരണത്തില് നമ്മൾ പങ്കെടുത്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഇരുന്നിട്ട് നോമ്പ് തുറന്ന, നമ്മുടെ കൂടെ നോമ്പിന് പല ഉദ്യമത്തിലും പങ്കുകൊണ്ട, നമ്മുടെ കൂടെ പള്ളിയിലുണ്ടായിരുന്ന, തറാവീഹിനുണ്ടായിരുന്ന, നിസ്കാരത്തിനുണ്ടായിരുന്ന, ജമാഅത്തിനുണ്ടായിരുന്ന, ഖുർആൻ ക്ലാസ്സിനുണ്ടായിരുന്ന എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. അവരിപ്പോ നമ്മുടെ കൂടെ ഇല്ല. എല്ലാവരും മരിച്ചത് അസുഖത്ത് കടന്നിട്ടൊന്നുമല്ല. ചിലർ പെട്ടെന്നാണ് മരിച്ചു, ചിലർ 1 ദിവസം 2 ദിവസമൊക്കെ അസുഖത്ത് കിടന്നു. ഇനി നമ്മൾ ഉണ്ടാകുമോ നമുക്കറിയില്ല. അതുകൊണ്ട് ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. സലഫികളായ മഹാന്മാരായ പണ്ഡിതന്മാർ റമദാൻ മാസം വരുമ്പോ അവര് പ്രാർത്ഥിക്കും, അല്ലാഹുവേ റമളാൻ, അല്ലാഹുമ്മ സല്ലിം ലി റമളാൻ വസല്ലിംനി ഇലാ റമളാൻ വതഖബ്ബൽഹു മിന്നി. പിന്നെ അത് റമളാനിലേക്ക് എന്നെ അങ്ങോട്ട് എത്തിക്കണം, റമളാനിനെ എന്നിലേക്ക് ഇങ്ങോട്ട് എത്തിക്കണം, എന്നിട്ടോ അത് എന്നിൽ നിന്ന് സ്വീകരിക്കണം. റമളാൻ വരുന്നത് വരെ, റമളാൻ കഴിഞ്ഞ് 6 മാസം ആ റമളാനിലെ നോമ്പ് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് പിന്നെ 6 മാസം അടുത്ത റമളാൻ വരണേ എന്ന് പ്രാർത്ഥിക്കും. റമളാൻ വന്നാൽ ഇനി പടച്ചോനെ ഈ റമളാൻ കഴിയോളം എന്നെ മരിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും.
അങ്ങനെ റമദാൻ കഴിഞ്ഞാൽ പിന്നീടും അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മഹാന്മാരായ ആളുകൾ, സ്വർഗത്തിലേക്ക് മുൻകടക്കുന്ന ആളുകളുടെ പ്രാർത്ഥന അതൊക്കെ ആയിരുന്നു. റമദാനിൽ മരിച്ചു പോകല്ല വേണ്ട, റമദാനിൽ ജീവിക്കണം. തുൽഹ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണാൻ. രണ്ട് മനുഷ്യന്മാരുണ്ടായിരുന്നു. ഒരാള് നന്നായിട്ട് ദീനിൽ പരിശ്രമിക്കുന്ന ആളാണ്. അയാള് ഷഹീദാക വരെ ചെയ്തിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടിൽ മനസ്സിലാകുന്നത്. അയാളും മരിച്ചു. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വേറൊരാള് മരിക്കണത്. തുൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ആദ്യം സ്വർഗത്തിലേക്ക് ഇങ്ങനെ വിളിച്ചു പോലെ അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുക. സ്വർഗകാരിയായ നരകങ്ങളൊക്കെ അത്ര നല്ല മനുഷ്യന്മാരുണ്ട്. സ്വർഗത്തേക്ക് ആളുകളെ വിളിച്ചു കയറ്റിട്ടുണ്ട്. ആദ്യം ഇയാളെ വിളിച്ചു കയറ്റി. ആരെ? രണ്ടാമത് മരിച്ച ആളെ, ഷഹീദായ ആളല്ല, രണ്ടാമത് മരിച്ച ആളെ സ്വർഗത്തേക്ക് ആദ്യം വിളിച്ചു കയറ്റി. സ്വപ്നം കാണുകയാണ്. പിന്നെയാണ് രണ്ടാമത് വരുന്ന ആളെ വിളിച്ചത്. മൂന്നാമത് തൊൽഹയെ വിളിച്ചു. അദ്ദേഹം പറയാം, എന്നെ വിളിച്ചു സ്വർഗത്തേക്ക്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലാവരിക്കെ പറഞ്ഞു, അനക്ക് പോരാനായിട്ടില്ല, ഇയാൾ പോയിക്കോന്നാണ്. ഞാൻ ഞെട്ടി വന്നു എന്നാണ് വിവരം. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കേൾക്കാൻ തിരിഞ്ഞിരിക്കും സുബഹി കഴിഞ്ഞാൽ. അത് പറയാൻ വേണ്ടിയിട്ട് സ്വപ്നം കണ്ടവരുണ്ടോ? ഈ സ്വപ്നം നബിയോട് പറഞ്ഞപ്പോ നബി പറഞ്ഞു, അതാണ് ശരി. എന്തെങ്ങനെ ആ ഷഹീദായ ആള് ആദ്യം മരിച്ച ആളേക്കാൾ അതിനേക്കാൾ പ്രതിഫലം രണ്ടാമതൊരു വർഷം ജീവിച്ച് മരിച്ച ആൾക്കാ കിട്ടിയത്? നബി ചോദിച്ചു, മൂപ്പർ ഒരു കൊല്ലം അധികം ജീവിച്ചില്ലേ? ഒരു കൊല്ലം അധികം ജീവിച്ചു. അപ്പൊ ആയുസ് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു കൊല്ലം അധികം ജീവിച്ചാൽ സ്വർഗത്തിലേക്ക് കുറച്ചുകൂടി അടുക്കാൻ സാധിക്കും. അങ്ങനെ കുറച്ചുകൂടി അമല് ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ടാണ്. അദ്ദേഹം നോമ്പ് നോറ്റില്ലേ? നബി ചോദിച്ചത്. അദ്ദേഹം ഒരു കൊല്ലം നോമ്പ് നോറ്റില്ല അധികം മൂപ്പരേക്കാളും. ഒരു കൊല്ലം നോമ്പ് നോറ്റു. അതാണ് കാരണം എന്നാണ്. അപ്പൊ ഒരു കൊല്ലം ഷഹീദായവനേക്കാളും, ഷഹീദിന് പുണ്യമുള്ള കാര്യമാണ്, ഉറപ്പാണ്. അതിനേക്കാൾ ഒരു കൊല്ലം നോമ്പ് നോൽക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തെയാണ് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നാണ്. അദ്ദേഹത്തിന് മുൻഗണന കൊടുത്തു എന്നാണ്. അപ്പൊ ആയുസ് ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ആയുസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റമദാനിൽ ജീവിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഈ റമദാനിൽ നമ്മൾ ഉണ്ടായാൽ അടുത്ത റമദാൻ നമുക്ക് ഉണ്ടാവോ പറയാൻ പറ്റില്ല. ഓരോ വഖത്തും അങ്ങനെയാണ്. ഓരോ വഖത്ത് അറബി നാട്ടിലൊക്കെ മെഹ്റാബിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, സൊല്ലി ഖബ്ല അൻ തുസല്ല അലൈക, നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നീ നിസ്കരിച്ചോ. നമ്മുടെയൊക്കെ നിസ്കാരം ചിലപ്പോ അവസാനത്തെ നിസ്കാരമായിരിക്കും. ചില പള്ളികളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, സൊല്ലി സ്വലാത്ത മുവദ്ദിഅ, നിസ്കരിക്കുമ്പോ നീ അവസാനത്തെ നിസ്കാരം പിന്നെ നിസ്കരിക്കണം. വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ ജുമാ നിസ്കരിക്കുമ്പോ നമ്മളെ നിയ്യത്ത് അടുത്ത വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ നമുക്ക് പറ്റൂല്ലേ എന്ന് അറിയില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അങ്ങനെയാണ് മനുഷ്യന്റെ ഒക്കെ കണ്ടീഷൻ. റമദാൻ വരുമ്പോ ഈ റമദാനിൽ നമ്മൾ ഉണ്ടാകുമെന്നറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ അവിടെ നമ്മള് പ്രതിഫലം വാരിക്കൂട്ടാൻ ശ്രമിക്കണം എന്നാണ്. മാത്രല്ല ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോ പിന്നെ ആയുസ്സിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആയുസ്സോടെ ഉണ്ടായിട്ട് കാര്യമില്ല, നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം വേണം. ഇല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ കഴിയില്ല. അധിക ആളുകളും ഇന്ന് രോഗികളാണ്. പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോ നമുക്കറിയാം, നേരെ ചൊവ്വ നിസ്കരിക്കാൻ അത്തഹിയ്യാത്തിന് ഇരിക്കാൻ വയ്യാത്ത ആളുകള്, ഭീകരമായ അവസ്ഥയിൽ അത്തഹിയ്യാത്തിന് ഇരിക്കുന്ന ആളുകളൊക്കെ ചില പള്ളികളിൽ പോയാൽ കാണാൻ സാധിക്കും. കാലിന്റെ മുട്ടും മടങ്ങൂല, എന്നാൽ കസാരയിൽ ഇരിക്കാൻ വയ്ക്കോ അതുമില്ല. അങ്ങനത്തെ ആളുകളൊക്കെ കാണും. അപ്പോഴൊക്കെയാണ് അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്ത് അറിയാൻ. നേരെ ചൊവ്വേ നിസ്കരിക്കാൻ തന്നെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ചെയ്താൽ മതി. ഞാൻ ചിലപ്പോൾ കുട്ടിയോട് പറയലുണ്ട്, ഈ മെക്സവന് അതിനു വേണ്ടി രാവിലെ പോയി ചാടിക്കളിക്കൊന്നും വേണം. എത്രയോ നിസ്കാരങ്ങൾ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. നേരെ ചൊവ്വ അത് മതി. അമേരിക്കക്കാരൻ ഖുർആൻ ഹദീസൊന്നും അല്ല കേട്ടോ, നോക്കി നിങ്ങൾ നിന്നു നമസ്കാരം. ഇംഗ്ലീഷുകാരൻ കണ്ടപ്പോഴേ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ശരീരത്തിലെ എല്ലാ അവയവവും അളകണുണ്ടല്ലോ, രണ്ടവയവം അല്ലെങ്കിൽ ഒരവയവം മാത്രം അളകണില്ല എന്ന് പറഞ്ഞപ്പോൾ സലാം വിട്ടിരുന്ന. അപ്പൊ പറഞ്ഞ അപ്പൊ അതും അളകിയെന്ന്.
അപ്പൊ അത്രയാണ് അതിന്റെ കാര്യങ്ങള്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രത്യേകമായിട്ട് ഇപ്പൊ നിസ്കാരം, എത്ര നിസ്കാരമുണ്ട്? ഫർളുണ്ട്, സുന്നത്തുണ്ട്, അതുപോലെ തന്നെ തഹജ്ജുദുണ്ട്, വിത്റുണ്ട്, ഒരുപാട് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമുണ്ട്, ദുഹ ഉണ്ട്. അതൊന്നും നിസ്കരിക്കാൻ മനുഷ്യന് നേരല്ല. മെക്സവ എന്നിട്ട് ചാടിക്കളി, അതിനെതിര് പറയല്ല കേട്ടോ, നല്ലതാണ്, അതെങ്കിലും നടക്കട്ടെ. അപ്പോ അതിന് പ്രത്യേകമായിട്ടുള്ള ആവേശം. അള്ളാഹ് കൽപ്പിച്ച ഇബാദത്തുകൾ, അതുപോലെ നോമ്പ്, സുന്നത്ത് നോമ്പുകൾ, ഫർള് നോമ്പ് മാത്രമല്ല. ഫർള് നോമ്പിന് ബേജാറാകണതിന് എന്താ അറിയോ? സുന്നത്ത് നോമ്പുകൾ നോൽക്കാത്തത് കൊണ്ടാണ്. ബേജാറാകേണ്ട നോമ്പൊന്നും പറയില്ല, എപ്പോഴും നോമ്പന്. നമുക്ക് റമദാൻ മാസം മാത്രം അന്നൊന്ന് അടിച്ചു വരി കൊടുക്കുക, നനച്ചുകുളി, അന്ന് കുറച്ച് അധികം അരി വാങ്ങുക, കുറച്ച് അധികം മുളക് പൊടിപ്പിക്കുക, അതൊക്കെ ഉണ്ടാണ്. എന്താ പറയുക, ഇതിന് കടന്ന് ബേജാറായിട്ടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒരു സാധാരണമാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ആയുസ് പ്രധാനമാണ്, ആരോഗ്യവും പ്രധാനമാണ്. അനാവശ്യമായ ഭക്ഷണ രീതികൾ ഒരിക്കലും നോമ്പിന്റെ പേരിൽ സ്വീകരിക്കാൻ പാടില്ല. കണ്ടതൊക്കെ വാങ്ങിക്കൂട്ടുക, കണ്ടതൊക്കെ തിന്നുക, ഒരു തെർത്തീബില്ലാതെ അവനവന്റെ വയറ് അവനവൻ നിയന്ത്രിക്കണം, അത് ശ്രദ്ധിക്കണം. ഷർറുൻ മിൻ മിആനാണ്, ഏറ്റവും മോശമായ ഒരു സഞ്ചി, മനുഷ്യൻ നിറക്കുന്ന ഏറ്റവും മോശമായ സഞ്ചി അതവന്റെ വയറാണ്. ഇനി തിന്നേ പറ്റുള്ളെങ്കിൽ 1/3 മാത്രം, 1/3 ഭക്ഷണം കഴിക്കുക, 1/3 വെള്ളം കുടിക്കുക, 1/3 അവിടെ കിടക്കട്ടെ, ഒരു കാറ്റും വെളിച്ചൊക്കെ വേണ്ടേ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. മൻ കാന ആമിനൻ ഫീ സിർബിഹി, ഞാൻ ചിലപ്പം സൂചിപ്പിച്ചിട്ടുണ്ടാവും ഇവിടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേടൊന്നുമില്ല, കാല് നിലത്തേക്ക് വെക്കാൻ കഴിയുന്നുണ്ട്, നേരെ ചുവ കടക്കേന്ന് നീക്കാൻ കഴിയുന്നുണ്ട്, കയ്യിന് തരിപ്പൊന്നുമില്ല, എവിടെയും കുഴഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ എന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞു. കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ സുഖാണ്. വമുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ല, കുടുംബം സൂപ്പറാണ്, ശരീരത്തിന് നേരത്തെ പറഞ്ഞ കേടുകളൊന്നുമില്ല. വൈൻദഹു ഖൂതു യൗമിഹി, അന്നക്കുള്ള ഭക്ഷണമുണ്ട്, അന്ന് നാളേക്ക് വേണ്ട, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത്ത് ലഹു ദുനിയാ ബിഅജ്മഇഹാ, ദുന്യാവ് മുഴുവൻ ഉള്ളതുപോലെയാണ് എന്നാണ്. ദുന്യാവ് മുഴുവൻ ഉള്ളതുപോലെയാണ്. ആലോചിക്കൂ, ഒരുപാട് സ്വത്തും മുതലൊക്കെ ഉണ്ട്, നീക്കാൻ വയ്യ, എന്ത് ചെയ്യും? വീൽ ചെയറാണ്, എന്ത് ചെയ്യും? നേരെ ചൊവ്വ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. ആലോചിക്കൂ, ഒരാള് നമ്മള് കക്കൂസ് പോകുക മൂത്രമൊക്കെ ചെയ്യുമ്പോൾ ഒരാള് വന്നു നിന്നാൽ നമുക്കെന്ത് കഴിയോ? അതൊക്കെ വളരെ രഹസ്യമായി ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ഭാര്യയുടെയോ മക്കളുടെയോ, ഭാര്യയുടെ പിന്നെ നമുക്ക് സഹിക്കാം, മക്കളുടെയോ മരുമക്കളുടെയോ ഒക്കെ സഹായമൊക്കെ അതിന് വേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അങ്ങാടിയിൽ പലതും കിട്ടും, അതൊക്കെ നമ്മൾ തിന്നു തീർക്കണം എന്ന നിബന്ധനയൊന്നുമില്ല. വേണ്ടത് കഴിക്കുക, അത് നമ്മളാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പോ ആരോഗ്യത്തിന്റെ വിഷയം. മൂന്നാമതായി സമയത്തിന്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. റമളാനില് നമ്മുടെ സമയം അത് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾക്കറിയോ, ഈ റമളാൻ ഉണ്ടല്ലോ, എന്താ പറയാ, ഫാസ്റ്റിംഗ്. റമളാനിലെ ഫാസ്റ്റിങ്ങിന് പകരമായിട്ട് ഇന്ന് പല രാജ്യങ്ങളിലും ആചരിക്കുന്ന ഒരാചാരമാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. എല്ലാ സൈക്കോളജിക്കാർക്കും ഇതറിയാം. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് അറിയാലോ? ഒരു ദിവസം ഡിജിറ്റൽ ഒന്നും ഉപയോഗിക്കില്ല, ഫാസ്റ്റിംഗ് ആണ്. അന്ന് മൊബൈലേ എടുക്കൂല, അന്ന് കമ്പ്യൂട്ടറും തൊടൂല. അത് വേണമെന്നാ പറയണത്. മനഃശാസ്ത്രപരമായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം മനുഷ്യന് ഉറക്കക്കുറവുള്ള ആളുകളാണ് ധാരാളം എന്നുള്ളത്. ഇൻസോനിയ, ഉറക്കക്കുറവ്. ഉറക്കക്കുറവ് അതിന് ധാരാളം മരുന്നുകളുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഉണരാൻ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഉണരാൻ മരുന്നില്ല. ഉറങ്ങാൻ മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഉറങ്ങണില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്ക്രീൻ ടൈമാണ്. അതുകൊണ്ട് മൊബൈൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ കൃത്യമായിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ തലച്ചോറ് ശരിയാകും, കണ്ണ് ശരിയാകും, ചിന്ത ശരിയാകും, മനസ്സ് ശരിയാകും.
ആലോചിച്ചു നോക്കൂ, നമ്മുടെ സമയം എത്രയാണ് അനാവശ്യമായി ഇത് കവർന്നെടുക്കുന്നത്. ഒരു കാര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല, കാര്യത്തിന് നമുക്കിത് ആശ്രയിക്കേണ്ടി വരും. ഒരു കാര്യമില്ല, വെറുതെ സമയം പോകാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഇരിക്കുമ്പോ ഒരു പണ്ഡിതനെ, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോ റേഞ്ച് ഇല്ല, കൃത്യമായിട്ട് ക്ലിയർ ആണില്ല. അപ്പൊ അദ്ദേഹം എന്റെ അടുത്തിരുന്ന് പറയുന്നുണ്ട്, എന്താ ക്ലിയർ ആവാത്തത്? ഞാൻ ബാത്റൂമിലാണ്. ബാത്റൂമിൽ നിന്നിട്ടാ ചെങ്ങായി വിളിക്കണത്. ആരെ വിളിക്കണമെന്നില്ല, എന്താ വിളിക്കണമെന്നില്ല, മൂപ്പർക്ക് തോന്നുമ്പോഴാണ് വിളിക്കാൻ. എന്തേറ്റ് പോവുക ബാത്റൂമിൽ. നേരെ ചുവന്ന് റാഹത്തായിരുന്നു കക്കൂസ് പോകാൻ പോലും ഒരു മനുഷ്യന് ഒഴിവില്ലാത്ത അവസ്ഥയാണ്. വൃത്തികെട്ട സ്വഭാവങ്ങള്. ആള് വിളിച്ചാൽ അത്ര മോശക്കാരനൊന്നും ആവൂലല്ലോ. അത്ര ഒരു പണ്ഡിതനൊക്കെ വിളിക്കുമ്പോ അത്ര മോശക്കാരനൊന്നും ആവില്ലല്ലോ. അപ്പൊ നല്ല ആളുകൾ വരെ, അവർക്ക് വരെ സമയല്ല. എന്താ കുറച്ചു നേരം ഒന്ന് മാറ്റി വെച്ചാൽ, വിളിക്കുമ്പോ തന്നെ ഇജാബത്ത് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ഒഴിവുണ്ടെങ്കിൽ ഉത്തരം പറയും, വേണമെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ കുറച്ചു സമയം മാറ്റിവെക്കുക എന്നതാണ്. ഏതൊരു വിദ്വ തമാശക്ക് നാൾ പറയുന്നത് കേട്ടു, ഇപ്പോ ഹോട്ടലിൽ കയറിയ പുഴുക്കളെയൊന്നും കിട്ടില്ല. പണ്ടൊക്കെ ഹോട്ടലിൽ കയറിയ ഓരോ പുഴുക്കളും പാറ്റൊക്കെ ഉണ്ടായിരുന്നു ചോറിലൊക്കെ. ഇപ്പൊ കിട്ടില്ല, കിട്ടായല്ല, ഇപ്പം മൊബൈലിക്ക് നോക്കിയിട്ട് അത് തിന്നണത്, വാരി തിന്നണത്. അവനെ കാണില്ല എന്നുള്ളതാണ്. സാധനം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞിട്ട്, ആരും കുറ്റപ്പെടുത്തല്ല. അവനാ തിന്നണ സാധനം എന്താന്നും കൂടി നോക്കാം. കിട്ടിയതൊക്കെ വാരി വലിച്ച് തിന്നാണ്. ചിലപ്പം ഓൻ തന്നെ ഒഴിവാക്കിയിട്ട എല്ല് കടിച്ചു തിന്നിട്ടുണ്ടാവും. വേറെ ആരെങ്കിലും വേസ്റ്റ് ഇതിൽ കിട്ടാൻ ഓൻ അറിയില്ല, അതെടുത്ത് തിന്നുണ്ടാവും. ചില വിദ്വാന്മാർ അങ്ങനെയൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒഴിവില്ല. അതുകൊണ്ട് റമദാൻ മാസത്തിലെ ടൈം വളരെ പ്രധാനമാണ്. ആലോചിച്ച്, കൃത്യമാണല്ലോ ടൈം. രാവിലെ സുബഹി ബാങ്ക് കൊടുത്താൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ഉടനെ തന്നെ ഭക്ഷണം അത് നിർത്തും വേണമെന്നാണ്. അപ്പൊ ഭക്ഷണം പിന്നെ നോമ്പ് മുറിക്കും വേണമെന്നാണ്. ഫാസ്റ്റിംഗ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് അത് നിർത്തണം. ഇഫ്താർ നടത്തണം, നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. സമയബന്ധിതമാണ്. നിസ്കാരമൊക്കെ സമയബന്ധിതമാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മുടെ ആയുസ് പ്രധാനമാണ്, പ്രാർത്ഥിക്കുക. രണ്ടാമത് നമ്മുടെ ആരോഗ്യം അതിലേറെ പ്രധാനമാണ്. അതിനുവേണ്ടി ഒന്ന് ശീലിക്കുക, ശീലമാക്കുക, ഒരുങ്ങുക. മൂന്നാമത് നമ്മുടെ ടൈം ശ്രദ്ധിക്കുക. നാലാമതായിട്ട് നമ്മൾ ഖുർആനിന്റെ മാസമാണ് റമദാൻ മാസം. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. എന്തെങ്കിലുമൊക്കെ ഖുർആനിലേക്ക് നമ്മൾ വരിക, ഖുർആൻ പഠിക്കുക. ഖുർആൻ പഠിച്ചവരും അറിയണവരും. പിന്നെ ദീനി വിദ്യാഭ്യാസം, ദീനി മതപരമായ അറിവുകൾ. ഇന്നലെ മിനിഞ്ഞാ തന്നെ ചോദിക്കണ്ടായി, എന്തോ ഒരു അബദ്ധം പറ്റിയിട്ട്, നിസ്കാരത്തിൽ ഒരു അബദ്ധം പറ്റിയിട്ട് എന്താ ഇനി ചെയ്യാ, നമുക്കറിയില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് റമദാൻ മാസത്തില് നിസ്കാരം ഒന്ന് നേരെ പഠിക്കും. ഒരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കി, നല്ലൊരു പ്ലാനിങ്. നിസ്കാരത്തിന്റെ എല്ലാ രൂപങ്ങളും അറിയണവരോട് ചോദിക്കാം. പള്ളികളിലൊക്കെ ക്ലാസ് ഉണ്ടാവും, എല്ലായിടത്തും അവസരങ്ങളുണ്ട്, എല്ലായിടത്തും മസാലയിക്കാരം. ഒന്ന് പഠിക്കാം നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ചു. നിസ്കാര പ്രധാനപ്പെട്ട അത് കൃത്യമായി അതന്നെ റമദാൻ മാസം ഒരു റമദാൻ കൊണ്ട് തികയിലെ പഠിച്ചാല് അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. അതുപോലെ ഖുർആന്റെ ആയത്തുകൾ, ഖുർആനിന്റെ പിന്നെ ഹദീസിന്റെ അർത്ഥങ്ങള്, അതുപോലെ തന്നെ തൗഹീദ്. അറിയോ, പണ്ടൊന്നും ഒരു മനുഷ്യനെ പടച്ചോന്നൊന്നും പറഞ്ഞില്ല. ഇപ്പോ ഏതോ ഒരു മനുഷ്യനെ ഔലിയാണെന്നല്ല പറയണത്, പടച്ചോനാണ്. ലോകം തന്നെ പടച്ചു എന്നാ പറയണത്. അതിന്റെ പിന്നാലെ പാട്ടും പാടിയിട്ട് എത്ര ആളുകളാ പോണത് അറിയങ്ങള്. പാമരന്മാര്, വിവരമില്ലാത്ത ആളുകള്. വിവരമുള്ളവര് നമ്മൾ കരുതുന്ന ആളുകളൊക്കെ വരെ പേപ്പിക്കാൻ. അതുകൊണ്ട് നമ്മുടെ ഖബറിലേക്ക് നമ്മളെ ഉണ്ടാകും. പരലോകത്ത് ഓരോരുത്തരായിട്ട് അള്ളാഹിന്റെ അടുത്ത് ഹിസാബ് നടക്കും. ആ ഹിസാബിന് ഒരുങ്ങുക എന്നതായിരിക്കണം റമദാൻ മാസത്തിന്റെ ഒരുക്കം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് ഫാത്തിറിലെ 32-ാമത്തെ ആയത്താണ്. അല്ലാഹു പറയാ, സുമ്മ ഔറസ്നൽ കിതാബല്ലദി ഇസ്തഫൈനാ മിൻ ഇബാദിനാ. ഞാൻ ഈ പരിശുദ്ധ ഖുർആൻ ഞാൻ നൽകിയത് ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ അടിമകൾക്ക്. അല്ലാഹു തആല തെരഞ്ഞെടുത്ത വിഭാഗമാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കാണ് ഞാൻ പരിശുദ്ധ ഖുർആൻ കൊടുത്തിട്ടുള്ളത്. ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അതിൽ 3 തരം ആളുകളുണ്ട്.
ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. ചില ആളുകൾ സ്വയം അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് നന്മയും ചെയ്യും തിന്മയും ചെയ്യും, ഇടക്കൊക്കെ കുറെ ഹറാമും ചെയ്യും, എന്നാ ഹലാലും ചെയ്യും, അങ്ങനെ നടക്കുന്ന കുറെ ആളുകൾ. വമിൻഹും മുഖ്തസിദ്, അവരിൽ മധ്യമ നിലപാട് സ്വീകരിക്കുന്ന കുറെ ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഹറാമൊന്നും ചെയ്യൂല, ഹറാമിലേക്ക് പോവുകയില്ല, എന്നാ എല്ലാ സുന്നത്തും ചെയ്യോ അതുമില്ല, ഫറളും കുറച്ച് സുന്നത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന കുറെ ആളുകൾ. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അതിൽ ചില ആളുകള് നന്മയിലേക്ക് മുൻകടക്കാൻ ശ്രമിക്കുന്നു. സുന്നത്തായ സുന്നത്തുകൾ മുഴുവൻ എടുക്കും, ഫറലായ ഫറലും മുഴുവൻ ചെയ്യും. എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതിലൊക്കെ വീണ്ടും വീണ്ടും, നേരത്തെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂട്ടം പറഞ്ഞില്ലേ, എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച അത്ര ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള സാബിഖും ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി വേണം അതിനൊക്കെ. അങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ മനസ്സ് നല്ല പരുവമാവണം. അതുകൊണ്ട് അല്ലാഹ് പറയാം 3 കൂട്ടരുണ്ടാവും. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അത് വലിയ ഒരു അല്ലാഹുവിന്റെ ഔദാര്യമാണ് എന്നാണ്. ഇവരൊക്കെ സ്വർഗ്ഗത്തിൽ പോണ ആളുകൾ തന്നെയാണ് ഇൻഷാ അല്ലാഹ്. അതില് ളാലിമുൻ ലിനഫ്സിഹി ആളുകൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. അപ്പൊ റമളാനിൽ അത്തരം ആളുകൾക്ക് നന്നാവാനുള്ള അവസരമാണ്, അല്ലാഹ് പുറത്തു തരും. റമളാനെ കഴിയുമ്പോഴേക്കിന് അവര് പുറത്തു കൊടുക്കും. മുഖ്തസിദ് അവര് വിജയികളാണ്, അവരെ അല്ലാഹു വിജയികൾ ഉൾപ്പെടുത്തും. സാബിഖും ബിൽ ഖൈറാത്തോ അവർ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അവര് അടുത്ത് തന്നെ അല്ലാഹുവിന്റെ അടുത്തേക്ക് മുന്നിട്ട് അവരങ്ങനെ പോകാൻ. ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ എന്നൊക്കെ ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവരൊരു വിഭാഗം ആദ്യത്തെ ആളുകള്, അവസാനത്തെ ആളുകൾ, ഇവരൊക്കെ നല്ല നല്ല ആളുകള് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ ഈ 3 വിഭാഗങ്ങൾ ഉണ്ട് എങ്കിൽ അതിലേത് വിഭാഗത്തിൽ പെടണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ സാബിഖും ബിൽ ഖൈറാത്തിൽ പെടാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അള്ളാഹുവിലേക്ക് മുൻകടക്കുന്നവരായി നമ്മൾ മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل وجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكيها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.